പ്രവാസിയുടെയും വലിയ വലിയ ആഗ്രഹമായിരിക്കും അവരുടെ ഫാമിലീനെ ഒപ്പം കൂടെ കൂട്ടുക, ഒപ്പം കൂടെ നിർത്തുക എന്നുള്ളത്. എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല. അവരുടെ സാഹചര്യം കാരണം. എൻ്റെയും പല സാഹചര്യങ്ങൾ കാരണം എനിക്കും ഇത്രയും കാലം അവരെ കൂടെ നിർത്താൻ പറ്റിയില്ല. പക്ഷേ ഒത്തിരി ആഗ്രഹവും പ്രാർത്ഥനയും പ്ലാനിങ്ങും ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറകില്. അതാണ് ഇപ്പം സാധ്യമാകാൻ പോകുന്നത്. ഞാൻ മോളെയും നിത്താരെയും നിമൂനെയും എൻ്റെ കൂടെ UAE കൊണ്ടുപോവാണ്. 2 വർഷമായി. മോള് ജനിച്ചപ്പോൾ തൊട്ടേ പ്ലാനിങ്ങിലാണ്. പക്ഷേ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം ഒന്നും നടന്നില്ല. ഇപ്പോൾ ദാ അത് സാധിക്കാൻ പോവാണ്. അതിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണ്. മാത്രമല്ല മോളുടെ നിത്താരയുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അവളെ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറുകയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവൾക്കുണ്ട് കേട്ടോ. ദുബായിലേക്ക് പോകാൻ ആയിട്ട് അവൾക്കൊരു ഡ്രസ്സും ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അതൊക്കെ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് സാധാരണ ഈ സമയത്തൊക്കെ ഉറങ്ങേണ്ടതാണ് രാത്രിയാകുമ്പം. പക്ഷേ ആള് ഒരു തരി ഉറങ്ങിയിട്ടില്ല. എയർപോർട്ടിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഫാമിലിയിൽ നിന്ന് എല്ലാവരും വന്നായിരുന്നു കേട്ടോ യാത്ര പറയാൻ. നിമ്മയുടെ വീട്ടുകാരും എൻ്റെ വീട്ടിൽ നിന്നും മാമന്മാരും അങ്കിളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് കണ്ട് യാത്ര പറഞ്ഞ് ഭയങ്കര ഇമോഷണലായിരുന്നു. ഞങ്ങൾ പോകുന്നതിനല്ല, മോളെ പിരിഞ്ഞു പോകാനുള്ള വിഷമം കാരണം. കാരണം ഇത്രയും നാളും നാട്ടിലുള്ളത് കൊണ്ട് എപ്പോൾ കാണാൻ വിചാരിച്ചാലും കാണാൻ പറ്റും ദൂരത്തായതുകൊണ്ട് എല്ലാവർക്കും. പിന്നെ എല്ലാവരെയും പെട്ടെന്ന് കയ്യിലെടുക്കുന്ന ആളാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാവും അവളുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമോഷണലായിരുന്നു എയർപോർട്ടിലെ സീനൊക്കെ. ഇങ്ങനെ കുറച്ചൊക്കെ വിഷമം എനിക്കും ഉണ്ട്. കാരണം നാട്ടിലും എല്ലാവരെയും ഇവളെ ഒന്ന് മാറ്റി നിർത്തുകയാണല്ലോ. പക്ഷേ ഞാനും അതിലവിടെ കുറച്ച് സെൽഫിഷായി. എനിക്കും സന്തോഷിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനതെല്ലാം മാറ്റി വെച്ചു. ഇവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. എയർപോർട്ടിൽ നല്ല രസമായിരുന്നു. മോള് ഫുൾ ഓട്ടമായിരുന്നു. ഒരു തരി ഉറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ അവൾ ഉറക്ക സമയമൊക്കെയാണ്. അതൊക്കെ മാറ്റി വെച്ച ആൾ ഫുൾ ഫുൾ ഓൺ എനർജി ആയിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളൊന്ന് മയങ്ങിയത്. രാവിലെ ആയപ്പോഴത്തേക്ക് അവൾ എണീക്കുകയും ചെയ്തു. എത്രയും നേരത്തെ എണീക്കുകയും ചെയ്തു. ആൾക്ക് ഉറക്ക ക്ഷീണമൊന്നുമില്ല കേട്ടോ. ഫുള്ള് എനർജിയാണ്. ലഗേജിൻ്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് യാത്രയിലാണ്. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ കൽബയിലെത്തി. ഒരു 7 ആയിക്ക് രാവിലെ ലാൻഡ് ചെയ്ത് എയർപോർട്ടിലെത്തിയത്. അവിടുന്ന് ടാക്സി വിളിച്ച് കൽബയിലെത്തി. ഇതാണ് എൻ്റെ പുതിയ ഫ്ലാറ്റ്. ഞാൻ വരാൻ വന്നപ്പം ഫാമിലിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ചെറിയൊരു വില്ലയാണ് കൽബയിൽ തന്നെ ഉള്ളത്. അത് സുഷി രാവിലെ തന്നെ ഇന്നലെ രാത്രി തന്നെ വന്ന് കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ട് അവനെല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ട് കയറുമ്പം തന്നെ ഒരു നല്ലൊരു വൈബായിരുന്നു. എനിക്കും വീട് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല കുറേ മുറ്റമുണ്ട് വീടിന്. മോൾക്കും ഭയങ്കര അവൾ തുള്ളിക്കളിക്കുകയായിരുന്നു. അതും ഭയങ്കര